അയ്യോ ഫോൺ എടുത്തില്ലല്ലോ, ഫോൺ എടുക്കാൻ മറന്നുവല്ലോ. ഇതായിരുന്നു ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. കേട്ടോ, ഇപ്പൊ പോയതേ ഉള്ളൂ ചേട്ടൻ. ആ പിന്നെ എന്താ എന്നാൽ ഞാനൊരു പിങ്ക് കളർ സാരിയാണ് കൊടുത്ത കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകണം കേട്ടോ. പിന്നെ ഇല്ല അണ്ണ ഇത് നേരത്തെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഫോൺ എടുക്കാൻ ഞാൻ മറന്നുപോയല്ലോ. അത് കൂട്ടുകാരി വിളിച്ചാണോ? അണ്ണൻ പോയില്ലായിരുന്നോ? ഞാൻ ചുമ്മാ പറഞ്ഞാണ് എന്നെ എപ്പോഴും വിളിച്ച് സിനിമയ്ക്ക് വരുമോ എന്ന് ചോദിക്കുക. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ വരാമെന്ന് അങ്ങനെ വെറുതെ പറഞ്ഞ. അണ്ണ എന്താ തിരിച്ചു വന്നേ? ഫോൺ എടുക്കാൻ മറന്നു. ഫോൺ അവിടെ ഇരിപ്പുണ്ടോ? പെട്ടെന്ന് എടുത്തു പോയി. ഫോണല്ലേ? ഫോണാ എന്റെ ഫോണ് നിങ്ങളുടെ ഫോണിൽ കണ്ടാൽ തിരിച്ചറിയൂലേ? രാവിലെ പിരി കയറ്റിയാ തലയില്. അവിടെ ഇരിപ്പുണ്ട്. പോയേ. ഇന്നലത്തെ കെട്ട് ഇതുവരെ വിട്ടു മാറിയില്ലല്ലോ. കോടതിയിലാണെന്നും പറഞ്ഞു പോകുന്നതോ ബാറില്. തലയ്ക്കൊരു ഓർമ്മയില്ലല്ലോ. എന്നാ നിങ്ങളിപ്പോ അങ്ങനെ ഈ ഫോൺ കൊണ്ടുപോയാൽ മതി. നിങ്ങൾ ഇത് കൊണ്ടുപോയാലേ ഏതെങ്കിലും അവിടുമാർക്ക് ചുരണ്ടി ഇരിക്കും. അങ്ങനെ മക്കള് ചുരണ്ടണ്ട. എനിക്കറിയാം രാത്രി ഒന്നും ഉറക്കമില്ലെന്നുള്ളത്. എന്നാ ഈ സാധാ ലോക്കൽ ഫോൺ കൊണ്ടുപോയാൽ മതി. ഇങ്ങോട്ട് വിളിച്ചാൽ മതിയല്ല. അവിടെ ഓഫീസിൽ വേറെ ഫോൺ ഉണ്ടല്ലോ, അത് മതി. പോയേ. ഭാര്യയ്ക്ക് സംശയമാണ് എന്നെ ഭാര്യയ്ക്ക് ഭയങ്കര സംശയമാണ്. എനിക്കിപ്പോൾ ഒരു സംശയം അടിച്ച് ഊഞ്ഞാലോ. അത് ഞാനിപ്പം ചെക്ക് ചെയ്തിട്ട് ഞാൻ വേഷം മാറി വന്ന് സെറ്റപ്പ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ആണിൻ്റെ അടുത്താണ് പറഞ്ഞത്, ആണിൻ്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ പൊട്ടനാക്കുന്ന പരിപാടിയാണ്. ഞാൻ സംശയിച്ചത് നിങ്ങൾ ഊഞ്ഞാലിട്ട് ആടിക്കൊണ്ടിരുന്നപ്പോൾ സംശയിച്ചത് ശരിയാണല്ലോ. കറക്ക് എൻ്റെ സംശയങ്ങളെല്ലാം ശരിയാണ്. ആ വന്നപ്പാ വാഹനം എവിടെ? അയ്യോ ഇവൻ അവളൊക്കെ അതിൻ്റെ അകത്ത് എൻ്റെ വന്നിട്ട് കൊണ്ട് എന്റെ ഡ്രസ്സൊന്നും കാണാനില്ല. ഇത് ജോലിക്കാരെ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. അയ്യോ ഇത് അണിയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. ഇവളപ്പോ അവിടെ ഊഞ്ഞാലിരുന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയം തട്ടിയതാണ്. എന്നെ അവനെ വലിച്ചു കയറ്റപ്പോ പറഞ്ഞു കൂട്ടുകാരിയൊക്കെ പറഞ്ഞത്. കൂട്ടുകാരിയൊന്നുമല്ല. ഇന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. ഇന്ന് ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നാൽ മതി. എന്നതിൽ ഭാര്യ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നാൽ മതി. നമ്മൾ ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യണേന് നമുക്ക് ഇട്ട് പണി തരാൻ നോക്കണം. നമ്മൾ ഒരുപാട് കേസ് അറ്റൻഡ് ചെയ്യണേന് ഒരുപാട് കേസ്. ഇതുപോലത്തെ മൂദേവീനെ ഞാൻ കെട്ടിപ്പോയല്ലോ. എന്റെ ജീവിതം കൂടി പാഴായി. നമ്മൾ ഒരുപാട് കേസ് കാണുന്നേ. ഞാൻ കാണിച്ച ഇപ്പൊ എന്റെ സ്വഭാവം നിനക്ക് ഞാൻ കാണിച്ചു തരാം. മക്കളെ മോളെ എന്നൊക്കെ വിളിച്ച് നിന്നെയൊക്കെ ഞായിക്കുമ്പോ നീയൊക്കെ വിചാരിച്ച് നമുക്കൊന്നും അറിഞ്ഞിടുന്നു. ഇപ്പൊ ശരിയായിട്ടില്ല. നമ്മള് പിച്ചക്കാരന്റെ വേഷ അണിയേണ്ടി വന്നു. ആ കിളവന്റെ വേഷമാണിതല്ല. അയ്യോ ഇതൊക്കെ അവളെ
അവനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ 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 ഇതാരാ? അയ്യോ, പോ. ഇതേത് പിശക്കാരനാ? പോ, ഇതേത് പിശക്കാരനാ? അയ്യോ, പോ, ഇവിടെ ആരും ഇല്ല. ആക്രസാണ് ആ, ഇവിടെ ഒരു ആശ്രയില്ല. തന്നോടല്ലേ പറഞ്ഞു ഇവിടെ ആക്രിയില്ലെന്നും. ആക്രസാനുണ്ട്. എന്ത് പോക്കൃത്തര വടവ് വീട്ടിൽ വന്ന് കാണിക്കുന്ന പോടോ ഒന്ന്. എന്തോന്നടോ? എടാ ഒന്ന് പോടോ, എനിക്ക് സമയമില്ലടോ ഒട്ടും. ഒന്ന് പോടോ, ഇവിടെ ആക്രിയില്ലടോ, പോടോ, വേറെ ദിവസം ആടോ. ഒന്ന് പോടോ. ഒരാക്രിയില്ല, ഒന്ന് പോടോ. പോടോ ഒന്ന്. എടോ ഒന്ന് പോടോ. എടോ എന്തുവാടോ, ഒന്ന് പോടോ മനുഷ്യ. എടോ ഒന്ന് പോടോ, എനിക്ക് സമയമില്ലടോ. ഏതാണ് വീട്ടിനകത്ത് ഒളിച്ച് വെച്ചിരിക്കുന്നത്? എടാ പ്രാന്താ, നീ കഞ്ചാവ് അടിച്ചിട്ട് വന്നു രാവിലെ. എന്തുവാ നീ കഞ്ചാവും മയക്കുമരുന്ന് എന്തുവാ നീ കുത്തിവെച്ചേ? പോടോ, വീട്ടിൽ മാറി പോലീസിനെ വിളിക്കട്ടോ. നീ പോടോ. സൈഡിൽ ആര് വണ്ടി? ഇത് ഏത് പിച്ചക്കാരെ? ഇവന് ബോധമില്ലല്ലോ. ആര് വണ്ടിയാണ് സൈഡിൽ? ഇത് അഡ്വക്കേറ്റിന്റെ വീടാണ്. ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ വന്നാണോ ഈ മാതിരി കാണിക്കുന്നത്? ആര് വണ്ടി വിളിച്ചിറക്കി വിട്. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആണ്. പോടോ ഇറങ്ങി. അഡ്വക്കേറ്റിന്റെ വീട്ടിലാണ് അവനെ ഇറക്കടി. ഇവിടുന്നാണ് കഞ്ചാവ് അടിച്ചിട്ട് വന്നേ രാവിലെ. ഒന്ന് പോടോ. വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കടി. അല്ലെ ഞാൻ കേറണോ? ഞാൻ തന്നത് കഴിച്ചോടാ. ഒരു പ്രാന്തൻ ഇവിടെ വന്നുകൊണ്ട് ഇറങ്ങി വരല്ലേ? ഒന്ന് പോടോ. യാദവന്റെ ബൈക്കാടി അവിടെ ഇരിക്കണേ. എടോ എന്റെ ചങ്കിപ്പോ എന്നോട് വന്ന് കേറിയതേ ഉള്ളൂ. ഞാൻ അവന് കുട്ടുവാരി കൊടുത്തോണ്ടിരുന്നത്. എന്തിനാ അതിനിടയ്ക്ക് കേറി വന്ന്? യാദവനായാലും അവനെ ഇറക്കി വിട്. യാദവനായാലും അവനെ ഇറക്കി വിട്. നീ പോന്നോ ഇല്ലയോ? എന്ത് പാടാ ഇത്? പോടാ പ്രാന്ത. ഇവിടെ ആക്രിയൊന്നും ഇല്ലടാ. അവനെ ഇറക്കി വിടാ. ചർച്ചി മണി അടിക്കുന്ന പൊക്കോ ഇല്ല. നിന്നെ അവിടെ പിടിച്ചു കൊണ്ടുമ്പോ കെട്ടിയിടും. പോടോ. അവനെ ഇറക്കി വിടാ. യാദവനായാലും അവനാ വീട്ടിനുള്ളിലിരിക്കുന്ന അവനെ ഇറക്കി വിട്. യാദവനായാലും ഇറക്കി വിട്. അത് ആരാ ആക്റ്റീവാ? ആരാ ബൈക്ക്? ആ കിളിപ്പച്ച കള്ളാതെ ആരാ ബൈക്ക് ആ സൈഡിൽ ഇരിക്കുന്നത്? എന്റെ വീട്ടിൽ പല കാറും കിടക്കും, പല ബൈക്കും കിടക്കും. നീ ആരാടാ ചോദിക്കാൻ? യാദവനായാലും അവനെ ഇറക്കി വിട്. യാദവനായാലും അവനെ ഇറക്കി വിട്. അവനെ ഇറക്കി വിട്. എന്റെ വീട്ടിൽ അവനെ ഇറക്കി വിടാലോ. അവനെ ഇറക്കി വിട്. ഞാൻ അവനെ കാണട്ടെ. അവന്റെ തിരുമുഖം ഞാൻ കാണട്ടെ. എന്നെ കാട്ടില്ല അവൻ എന്താണ് കൂടുതലുണ്ടെന്ന് എനിക്കറിയണം. അവനെ ഇറക്കി വിട്. എന്നെ കണ്ടോ? പോന്നു. എനിക്ക് ഒട്ടും സമയമില്ല. ഒരുപാട് ജോലിയുണ്ട്. അവനെ ഇറക്കി ഒരു വിടത്തില്ല. ജോലി ആരംഭിച്ചിട്ടില്ല. പെട്ടെന്ന് പോ. എനിക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്. നീ ഒന്ന് പോ. അതാരെ ബൈക്ക്? ആ സൈഡിൽ ഇരിക്കുന്ന ആരെ ബൈക്ക്? ഞാൻ പോലീസ് വിളിക്കട്ടാ. അതാരെ ബൈക്കെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു, നീ ഒന്ന് പോ. അതാരെ ബൈക്ക്? ഇപ്പൊ വരും. നേരത്തെ യാതൊന്നായാലും അവനെ ഇറക്കി വിട്. ഞാൻ അവന്റെ തിരുമുഖം കാണട്ടെ. അവനെ ഇറക്കി വിട്. കൂടെ പോടോ വെക്കുന്നു. നീ എവിടുന്നാണ് വലിഞ്ഞു കയറി ഗേറ്റ് തുറന്ന് വന്നപ്പിച്ച കാലോ? പോടാ. വന്നിരിക്കുന്നു.
വല്ലവനെയൊക്കെ വീട്ടിൽ കയറ്റൊക്കെ ഇവളെ പരിപാടി. വല്ലവനെ വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവൾ എൻ്റെ നിന്ന് കാശ് മുടക്കി ഇവർക്ക് ഡെയിലി ഡ്രസ്സ് വാങ്ങിക്കും, കാര്യങ്ങൾ വാങ്ങിക്കും, എല്ലാം ജോലി. ഇത് ഏതാണ് കിടക്കുന്നത്? അയ്യോ അയ്യോ, അവളവനെ കെട്ടിപ്പിടിക്കണം. അയ്യോ, അവളതാ കിസ് കൊടുക്കുന്നു. അയ്യോ അപ്പോ, അയ്യോ ഭാവി, എന്റെ ജീവിതം കൂടി പായാക്കി കളഞ്ഞില്ലേ. ഭാവി, എന്റെ ജീവിതം കൂടി പായാക്കി കളഞ്ഞില്ലേ. ഞാനൊക്കെ നല്ലാണ്ട് കേട്ട. ഇത്രയും കുമറാണെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഇതിനാണല്ലേ താമസിച്ചു വന്നാ മതി എന്ന് പറയണതില്ലേ. നല്ലവനൊക്കെ വീട്ടിനകത്ത് കയറ്റി കിടത്തി. എനിക്ക് കാണാനും കേൾക്കാനും വയ്യ. അയ്യോ, എനിക്ക് കാണാനും കേൾക്കാനും വയ്യ. അയ്യോ, ജോലിക്കാരന്റെ ഷർട്ട് എടുത്തിട്ട്, ജോലിക്കാരന്റെ ഫുഡ് എടുത്തിട്ട് ഇവളെ ഇത്രയും കൂതലേത് ചാടുന്നില്ലേ. ഇവനെ ഇന്ന് ഞാന് മോട്ടിക്കാൻ കയറി വന്നോ? നീ കള്ള ഞാൻ തോന്നല്ലോ. കള്ള, നീ ആളില്ലാത്ത സമയം നോക്കി കള്ള കഞ്ചാവും കള്ളു പഠിച്ചിട്ട് വല്ലവരുടെ വീട്ടിൽ വന്നത് എങ്ങനെ പറയണ്ടേ? അല്ലെങ്കിൽ പോടാ പോടാ വീട്ടിൽ പോടാ. ആ ചക്കര ഞാൻ വരാം. പോടാ വീട്ടിൽ. ഇതേണോ പ്രാന്തനാണെന്ന് തോന്നുന്നു. അയ്യോ അന്നാ നിങ്ങളാണ്. ഇതിനാണല്ലേ എന്റെ നേരത്തെ പോണം അണ്ണന്റെ അണ്ടി ഏതാനാണ് ഈ വീട്ടിനകത്തിരിക്കണം? വീട്ടിൽ നടക്കണേ. എന്റെ വീട്ടിൽ നടക്കണേ. ചക്കര അപ്പുറത്തോടെ ഓടിക്കോടാ. വണ്ടി വിട്ടോ? അല്ല, നീ വണ്ടി വിടണ്ട. അവന്റെ കൂടെ പോ. അപ്പുറത്ത് മതില് കടിക്കോടാ. അവന്റെ കൂടെ നിന്റെ തുണിയല്ല ഞാൻ അയ്യോ, ഈ ബാലപാടിന് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. ബാക്കി നീ കോടതി, ഞാൻ അഡ്വക്കേറ്റാണ്. ബാക്കി നീ കോടതിയിൽ വന്ന് വാങ്ങിച്ചോ. ഇല്ലല്ല, ബാക്കി നീ കോടതിയിൽ വന്ന് നീ വാങ്ങിച്ചോ. ഇപ്പൊ അത്യാവശ്യത്തിന് ഒരുത്തനുമായിട്ട് പൊറുക്കാനുള്ള വസ്ത്രമുണ്ട്. രാവിലെ എടുത്തോണ്ടായിരുന്നു അവനെ വിളിച്ചോണ്ട് പോ. അവനെ വിളിച്ചോട്ടോ. പിന്നെ ബാക്കിയുള്ള തുണികളാണെങ്കിൽ ഞാൻ അഡ്വക്കേറ്റാ. നീ കോടതിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. നമ്മുടെ മക്കളെ പുറത്തെങ്കിലും അണ്ണന്റെ കാല് പിടിക്കാം. അണ്ണ
പ്ലീസ് അണ്ണാ. അണ്ണാ, ഇങ്ങനെ ഇരിക്കുന്ന അണ്ണന് പാല് മുട്ട അനത്തി തരാൻ ഞാനല്ലേ ഉള്ളൂ. അണ്ണാ രാവിലെ മുട്ടയും ഏർപ്പെടുവല്ല. അയ്യോ സ്ത്രീപീഡനം, അയ്യോ സ്ത്രീപീഡനം, അയ്യോ അച്ഛനെ തൊട്ടുപോകരുത്, നിങ്ങളെ പീഡിപ്പിക്കരുത്, സ്ത്രീപീഡനം, അയ്യോ അയ്യോ വസ്ത്രാഭിഷേകം. അണ്ണാ ഇങ്ങനെ പറയാതണ്ണ. അണ്ണാ ഭർത്താവ് അച്ഛനാണ്, സഹോദരനാണ്, അണ്ണനാണ്, എന്റെ സഹോദരനും ഭർത്താവും എല്ലായിട്ട് അണ്ണനെ കാണുന്നവനാ. കണ്ട ഇത്രയേ ഉള്ളൂ. ഊതിയാ വീഴുന്ന ഒരു മനുഷ്യൻ ഇത്രയും ബഹളം വെക്കണ. പിന്നെ എന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പോകുന്നത് എന്റെ പൊന്നെണ്ണ, എന്നെ ഒരു ഗ്ലാസ് പാലും മുട്ടയും കൊണ്ട് തരാം.